നമസ്കാരം. ഇവിടെ 3 പ്രധാനപ്പെട്ട ചികിത്സാ രീതികളാണ് നമുക്കുള്ളത്. മോഡേൺ മെഡിസിൻ അഥവാ ആധുനിക വൈദ്യശാസ്ത്രം, പിന്നെ ആയുർവേദം, ഹോമിയോപ്പതി. മറ്റ് ശാസ്ത്രങ്ങളുണ്ട്, എന്നാലും ഇത് 3മാണ് പ്രധാനം. ഇതിൽ ആയുർവേദവും ഹോമിയോപ്പതിയും സ്യൂഡോ സയൻസുകളാണെന്നും അത് രോഗം മാറ്റാനുള്ള ചികിത്സാക്രമങ്ങളല്ല എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. അതുപോലെ മോഡേൺ മെഡിസിനെ ശാസ്ത്രീയമായ ചികിത്സാ രീതിയായി കണ്ട് അത് മാത്രം മുമ്പോട്ട് വയ്ക്കുന്നവരുമുണ്ട്. പക്ഷേ സർക്കാർ സംവിധാനങ്ങളിൽ ഈ ഹോമിയോയും അതുപോലെ തന്നെ ആയുർവേദവും ഒക്കെ തന്നെ മെഡിക്കൽ കോളേജുകളും ചികിത്സാ കേന്ദ്രങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെയുണ്ട്. ചില രാജ്യങ്ങളിൽ ഹോമിയോ മെഡിസിൻ നിരോധിച്ചതാണ്. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിലടക്കം ആയുർവേദത്തിന് വലിയ തോതിലുള്ള സ്വീകാര്യത ഉണ്ട് എന്നതും സത്യമാണ്. ഏതൊക്കെ രോഗങ്ങൾ ഈ ഒരു ചികിത്സാ രീതികളിലൂടെ ആയുർവേദത്തിലൂടെയും ഹോമിയോപ്പതിയിലൂടെയും ഒക്കെ തന്നെ ഭേദപ്പെടുത്തിയെടുക്കാം എന്നുള്ള വലിയ ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ട്. പലരും പല അഭിപ്രായം പറയുന്നുണ്ട്. അഭിപ്രായങ്ങളൊക്കെ അവർക്ക് തോന്നിയതുപോലെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസപ്രകാരമാണ് പറയുന്നത്. നമ്മൾ ഈ 3 ശാസ്ത്ര ശാഖകളെയും തള്ളിപ്പറയുന്നില്ല. ചില രോഗങ്ങൾക്ക് ഹോമിയോപ്പതിയും, ചില രോഗങ്ങൾക്ക് ആയുർവേദവും, ചില രോഗങ്ങൾക്ക് മോഡേൺ മെഡിസിനും ഒക്കെ തന്നെ ഫലപ്രദമാണ് എന്നുള്ള ഒരു പൊതു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു വാർത്ത മുമ്പോട്ട് വയ്ക്കുന്നത്. ഇത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. തെളിവുകൾ സഹിതമുള്ള ചില കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ്. ആയുർവേദ ചികിത്സയിലൂടെ പോസ്ട്രേറ്റ് ക്യാൻസർ പൂർണ്ണമായും മാറിയത് തെളിവ് അധിഷ്ഠിതമായി വിശ്വപ്രസിദ്ധമായ സ്പ്രിംഗർ നേച്ചർ ജേണലായ ജേണൽ ഓഫ് മെഡിക്കൽ കേസ് റിപ്പോർട്ട്സിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്ന സന്തോഷ വാർത്ത പങ്കുവയ്ക്കുന്നു എന്നാണ് ഒരു ആയുർവേദ ഡോക്ടർ അവരുടെ പോസ്റ്റിൽ പറയുന്നത്. തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ റിസർച്ച് ഫൗണ്ടേഷൻ ചെയർമാനുമായ ഡോക്ടർ ആനന്ദാണ് ഫസ്റ്റ് ഓതർ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയിലെ ഡോക്ടർ അഞ്ജന, പ്രൊഫസർ ഡോക്ടർ ഗലിബ്, ഡോക്ടർ മൈത്രി എന്നിവർ കോതേഴ്സാണ്. ക്യാൻസർ പൂർണ്ണമായി മാറിയത് ബയോപ്സിയിൽ തെളിഞ്ഞത് ഉൾപ്പെടെ തെളിവായി നൽകുവാൻ കഴിഞ്ഞു എന്നാണ് ഈ ഡോക്ടർ പറയുന്നത്. അവരതിൻ്റെ ഒരു ജേണലിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും ഇട്ടിട്ടുണ്ട്. ലോകോത്തര ജേണലിൽ പ്രസിദ്ധീകരിക്കുന്നത് വലിയ സംഭാവനയാണ്. 2 വർഷത്തോളം എടുത്തു പ്രസിദ്ധീകരണ പ്രക്രിയ. ആയുർവേദ ചികിത്സയുടെ പ്രാധാന്യം ഈ പ്രയത്നത്തിലൂടെ ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെടുകയാണ്. 12 വർഷത്തെ ഫോളോ അപ്പ് നടത്തിയതും ഇന്റർനാഷണൽ റിവ്യൂവേഴ്സ് നന്നായി കമന്റ് ചെയ്തിട്ടുണ്ട്. കൃത്യമായ ആയുർവേദ ചികിത്സാ സിദ്ധാന്തം ഉപയോഗിച്ച് ശുദ്ധ ആയുർവേദ ചികിത്സയിലൂടെ ക്യാൻസർ രോഗിയിൽ നടത്തിയ ചികിത്സ ആയുർവേദ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് തന്നെ ലേഖനത്തിൽ വിവരിച്ചിട്ടുള്ളതും അത് അന്തർദേശീയമായി അംഗീകരിക്കപ്പെട്ടതും ശ്രദ്ധേയമാണ്. ഈ പ്രസിദ്ധീകരണം വഴി ആയുർവേദത്തിന് ശാസ്ത്ര ലോകത്തുള്ള അംഗീകാരം വർദ്ധിക്കുകയാണ്. നമ്മുടെ സയന്റിഫിക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സയന്റിഫിക് പബ്ലിക്കേഷൻ ഇൻ ആയുർവേദ എന്ന വിഷയത്തിൽ ഈ മാസം ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തിയിരുന്നു എന്നതും അഭിനന്ദനാർഹമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ്. ഇതിനെയാണ് സയന്റിഫിക് പ്രൂഫ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ട്യൂമർ റിഗ്രഷൻ വിത്ത് എക്സ്ക്ലൂസീവ് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ഇൻ അഡിനോകാർസിനോമ ഓഫ് പോസ്ട്രേറ്റ് എ കേസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നുണ്ട്. ആ ജേണലിൽ പ്രസിദ്ധീകരിച്ചതിൻ്റെ വിശദാംശങ്ങൾ. ഇതിനകത്ത് പല അഭിപ്രായങ്ങളുണ്ടാകാം. ഇതിനെ എതിർക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ആയുർവേദം ഇതുപോലെ സ്യൂഡോ സയൻസ് ആണെന്ന് മാറ്റി പറയുന്നവരുണ്ടാകാം. ശരിക്കും ഈ ഹെർബൽ സപ്ലിമെൻറ്റ്സ്, ചെടികളിൽ നിന്നുള്ള സപ്ലിമെൻറ്റുകളാണ് ആയുർവേദത്തിൽ പ്രധാനമായും മരുന്നുകളായി ഉപയോഗിക്കപ്പെടുന്നത്. മാത്രമല്ല മോഡേൺ മെഡിസിനിലെ പല മരുന്നുകളും പല ഹെർബൽ സപ്ലിമെൻറ്റുകളെ പല രീതിയിൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തി മരുന്നുകളാക്കി മാറ്റുകയുമാണ്. എന്തായാലും ആയുർവേദത്തിന് ഇത്തരത്തിൽ ഒരു അംഗീകാരം കിട്ടിയത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. ആയുർവേദത്തെ എതിർക്കുന്നവരുണ്ടെങ്കിൽ പോലും ശരിക്കും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 3 ചികിത്സാ രീതികൾക്കും അതിൻ്റേതായ ചില ഗുണങ്ങളും ചില പോരായ്മകളും ഉണ്ടാകാം. അത് കൃത്യമായി അറിഞ്ഞ് കൃത്യമായ ചികിത്സ, കൃത്യമായ മരുന്നുകൾ, കൃത്യമായ ഭക്ഷണക്രമം, കൃത്യമായ ജീവിതശൈലി തുടങ്ങിയവയുമൊക്കെയായി ചേർന്നാണ് ഈ ചികിത്സ ഫലപ്രദമാകുന്നത്. അതേത് ശാഖയാണെങ്കിലും, ആധുനിക വൈദ്യശാസ്ത്രമാണെങ്കിലും ആയുർവേദമാണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും ഒക്കെ തന്നെ. അപ്പം രോഗങ്ങൾ ഭേദമാക്കുക എന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പല രോഗങ്ങളും, കാരണം നമുക്ക് പേര് പോലും അറിയാൻ വയ്യാത്ത രോഗങ്ങൾ ഇന്നുണ്ട്. ഇതൊക്കെയാലും എല്ലാ ശാസ്ത്രശാഖകളും അതനുസരിച്ച് ഗവേഷണ സിദ്ധാന്തങ്ങളിലൂടെ രോഗങ്ങൾ ഭേദമാക്കാൻ ജനങ്ങളുടെ ആരോഗ്യത്തിന്, ലോകത്തിലെ ജനങ്ങളുടെ ആരോഗ്യത്തിന് ഉതകുന്ന രീതിയിൽ, ആരോഗ്യപ്രദമായ ഒരു ജീവിതം മനുഷ്യനുണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കാനും ഗവേഷണം നടത്താനും മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കാനും ഒക്കെ കഴിയണം എന്നുള്ള ഒരു അഭിപ്രായത്തോടൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. ഏത് ശാസ്ത്രശാഖയാണെങ്കിലും അല്ലെങ്കിൽ ഏത് ചികിത്സാ സമ്പ്രദായമാണെങ്കിലും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. മോഡേൺ മെഡിസിൻ മൂലം രോഗം വഷളായ കേസുകെട്ടുകൾ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. ആയുർവേദം മൂലം ആളുകൾ മരിച്ചുപോയ കേസുകെട്ടുകൾ ധാരാളം കണ്ടിട്ടുണ്ട്. അതുപോലെ ഹോമിയോ എന്നതും ഒക്കെ തന്നെ അതിനൊക്കെ നല്ല വശങ്ങളുമുണ്ട്, ചീത്ത വശങ്ങളുമുണ്ട്. അത് അതിൻ്റേതായ രീതിയിൽ ഉപയോഗക്രമത്തിൽ വരുത്തിയെങ്കിൽ മാത്രമേ അതുകൊണ്ട് ഫലം കാണുകയുള്ളൂ
എന്നാണ് നമുക്ക് പറയാനുള്ളത്.